മക്കളെ ഇത് എന്തോന്നടാ ഇത്? ഞാൻ ഒരു കാര്യം പറയാം, ഈ ചെറിയ കാര്യങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞ് വലുതാക്കല്ലേ. ചെറിയ കാര്യമോ? എന്തായാലും ചെറിയ കാര്യമൊന്നും ചിറ്റപ്പ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ സമരം ചെയ്യണു. സമരമല്ല, നിരാഹാര സത്യാഗ്രഹം. മക്കളെ കേശു, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് വിശക്കും, പിന്നെ പണിയാവും, നിരാഹാരം ഒന്നും കാണൂല. ചിറ്റപ്പ എന്ത് വിചാരിച്ചു എന്നെ പറ്റി? വയറ് നിറച്ച് കഴിച്ചിട്ടാണ് ഞാൻ ഇരിക്കണത്. ഇനി വൈകിട്ട് വരെ വിശക്കൂലല്ലേ? ഓ അങ്ങനെ. ചേച്ചി അതിനും പോകുന്ന ചോറ് പറഞ്ഞാൽ മതി. ആ ശരി, അവളല്ലേ പറയും. ബോർഡ് ചെയ്ത് നോക്ക്, വായിച്ചു നോക്ക്. വായിച്ചു എനിക്ക് വായിക്കാനൊക്കെ അറിയാം. ഉറക്ക വായി കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. ഇവരെന്താ ഇവിടെ കാക്ക ഓടിക്കാൻ നോക്ക് ചേട്ടത്. ലച്ചു ചേച്ചി നീതി പാലിക്കുക, പറഞ്ഞ വാക്ക് പിൻവലിച്ച് മാപ്പ് പറയാ, നിരാഹാര സത്യാഗ്രഹം. എന്താ പൊന്നു, എന്റെ പൊന്നു കേശു, ആവശ്യമില്ലാത്ത പണിക്ക് പോവാതെ. സത്യാഗ്രഹം ഇരിക്കണൊക്കെ ഓക്കെ, നീ നിരാഹാരം ഇരിക്കണ റിസ്ക് ആണേ. എന്ത് റിസ്ക്? ഇതൊക്കെ ഇവിടെ ശീലാണ്. സാധാരണ അച്ഛനാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, ഇപ്പൊ മകനെ ഏറ്റെടുത്ത്. അയ്യോ, എല്ലാരും കൂടെ പുച്ഛിക്കാൻ വന്നേക്കാണ. അമ്മ, എനിക്ക് ഒറ്റ കാര്യം മതി. ലച്ചേച്ചി ഒരായി പറഞ്ഞ വാക്ക് പിൻവലിക്കുക, എന്നോട് മാപ്പ് പറയെ പോവുക, കഴിഞ്ഞ്. ഡേയ്, ഈ പ്രശ്നം തുടങ്ങിയ ഞാനല്ലേ, ഞാൻ മാപ്പ് പറഞ്ഞ തീരുമോ നിന്റെ സത്യാഗ്രഹം? മൈൻഡ് ചെയ്യണ്ട, കുറച്ചേവൻ നിർത്തിക്കോ. പിന്നെയും പുച്ഛം. അമ്മ നോക്കിയോ, ലച്ചേച്ചി എന്നെ എന്താ വിളിച്ചേ? പാഴത്തടിന്ന്. ചിലപ്പനും കേട്ടല്ലോ, ചിലപ്പോ ഇല്ലായിരുന്നല്ല. ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? പാഴത്തടിന്നല്ലേ? പാഴത്തടി. നീ ജന്മം ചെയ്താൽ അങ്ങനെ വിളിക്കില്ലല്ലോ പാഴത്തടിന്ന്. ചേട്ടത്തി എന്റെ അടുത്ത് ഈ വാക്ക് ഒരു 10 വട്ടമെങ്കിലും പറഞ്ഞു, പാഴത്തടി എന്ന്. എടാ ലച്ചു, ഒറ്റ പ്രാവശ്യം നിന്നെ പാഴത്തടി എന്ന് പറഞ്ഞുള്ളൂ. നീ ഇവിടെ വന്ന് ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു, ഇത് എത്ര പേര് കേട്ടിട്ടുണ്ടാവും. ഇനി നിനക്ക് നോക്കിക്കോ, ഒന്നാമത് തന്നെ 1000 ഇരട്ടപ്പേരുണ്ട്. ഞാൻ അതിൻ്റെ ഒരെണ്ണം കൂടി കൂടാൻ പോവാണ്. എടാ കയറിപ്പോടാകത്ത്. ഞാൻ പറ്റൂല. സുരേന്ദ്ര, എന്നോട് കൂടാൻ പോകണോ സത്യാഗ്രഹം? ഇല്ലടത്ത്, എനിക്ക് ആഹാരം വേണം, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളെല്ലാരും പോയിട്ട് ദേവി, ഇത് ആവശ്യമുള്ള ആളെ മാത്രം കൂടെ പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എത്തി. ആഹാ, നല്ല കാഴ്ച. ലച്ചു ചേച്ചി നീതി പാലിക്കുക, പറഞ്ഞവർക്ക് പിൻവലിച്ച് മാപ്പ് പറയുക, നിരാഹാര സത്യാഗ്രഹം. അങ്ങനെ ചെയ്ത വളരെ സമാധാനപരമായിട്ട് ഞാൻ ഈ സത്യാഗ്രഹം ഇവിടെ വെച്ച് നിർത്തും. നിരാഹാര സത്യാഗ്രഹേ എനിക്ക് അവസാനിപ്പിക്കണ്ടെങ്കിലോ? എടാ, നിന്നെ പാഴ്ത്തടിന്ന് വിളിച്ചത് തെറ്റായി പോയെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ഇപ്പൊ നീ കാണിക്കുന്ന പാഴ് പരിപാടിക്കുണ്ടല്ലോ, ഞാനൊരു 100 തവണയെങ്കിലും നിന്നെ അങ്ങനെ വിളിക്കണം. നീ പട്ടിണി കിടക്ക്, എത്ര നേരം പട്ടിണി കിടക്കുമെന്ന് കാണാമല്ലോ. ഇവന് ഫുഡ് കൊടുക്കണ്ടമ്മ, ഇവൻ കഴിച്ചില്ലെങ്കിൽ ആർക്ക് പോയി? ഇവന് പോയി. ഇവന്റെ ഫുഡും കൂടെ എനിക്ക് തരാം, ഞാൻ കഴിച്ചോളാം. ചേച്ചി, ബാലേന്ദ്രൻ തമ്മിയുടെ മോനാ ഞാൻ. ഇപ്പൊ വാശി എനിക്കും കാണുവേ. ആണോ? അതേ ബാലേന്ദ്രൻ തമ്മിയുടെ മോളാ ഞാൻ, എനിക്കും വാശി കാണും. കാണാം. ബാലേന്ദ്രൻ തമ്മിയുടെ മോനും മോളും ഒന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങ് തുടങ്ങും കേട്ടല്ല. രണ്ടുപേരുടെ അടിയും തൊഴിയൊക്കെ അവസാനിപ്പിച്ച് മര്യാദക്ക് അകത്ത് കയറാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാനങ്ങ് മെയിൻ 2 പുറത്ത്. ഇത് അവസാനിപ്പിച്ച് കയറാൻ പറ്റുമെങ്കിൽ കയറാൻ മതി, അല്ലെങ്കിൽ നീക്ക് ഇവിടെ തന്നെ കിടക്ക്. സുരേന്ദ്രൻ വരണണ്ടാ? കയറാനത്തോട്. കുറെ നേരമായി തുടങ്ങിയിട്ട്. എന്തെങ്കിലും അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അങ്ങ് തുടങ്ങിക്കോളൂ ഓരോരുത്തര്. ഇവനിവിടെ സത്യാഗ്രഹം ഇരിക്കോ നിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എന്തിനാ പുറത്ത് നിൽക്കുന്നേ? അമ്മായി വാ, നമുക്കേ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം. ഇതൊന്നും പറഞ്ഞ് സോൾവ് ആക്കടേ. ഇതാ ഇതിനൊക്കെ എങ്ങനെ നമ്മളെ പുറകെ വരത്തണമെന്ന് നമുക്ക് നല്ലോണം അറിയാം. അമ്മായി വാ. സുരേന്ദ്ര, കേൾപ്പോണ്ടകത്ത് അല്ല അവിടെ കൂട്ടിരിക്കണമെങ്കിൽ ഇരുന്നോ. ഇവന്റെ അച്ഛന്റെ കൂടെ ഒരുപാട് കാര്യത്തിൽ ഞാൻ കൂട്ടിരുന്നിട്ടുണ്ട്, അതിന് നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മോന്റെ കൂടെയുള്ള കൂട്ടിട്ട് പിന്നെ വേണ്ട. മക്കളെ, നീ പറഞ്ഞില്ലല്ലോ? ഞാൻ അകത്ത് പോണേ. യേശു, ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യാത്തെന്താണെന്നറിയാമോ? ആ പ്രായം കഴിഞ്ഞുപോയി. നീ സ്വയം മനസ്സിലാക്കി വേണം ചെയ്യാൻ. അല്ലെ മറ്റുള്ളവർ കാണിക്കുന്നുണ്ടെങ്കിലും നല്ലതാവാൻ ശ്രമിക്കുക. ഈ റോഡിൽ കൂടി പോണ ആൾക്കാരൊക്കെ കാണലടാ നീ ഈ ബോർഡും വെച്ച് ഇവിടെ വീടിന്റെ മുന്നിൽ ഇരിക്കണത് സത്യാഗ്രഹം അല്ലേടാ? കുറച്ചെങ്കിലും നാണം ഉണ്ടാ നിനക്ക്? നിനക്ക് നാണക്കേട് ഉണ്ടാവില്ല, നമുക്കുണ്ട് നാണക്കേട് കേട്ടാ. അവിടെ പോയിരിക്കടാ റോഡിൽ ആ ടാറിന്റെ പുറത്ത്. അപ്പൊ ഉണങ്ങിക്കോളും.